ഓക്കെ, നമ്മള് ഫിഫ്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്തമെറ്റിക്കൽ മോഡലിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. മെക്കാനിക്കൽ ബിൽഡിംഗ് ബ്ലോക്സ്, മെക്കാനിക്കൽ രണ്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ലേഷനും റൊട്ടേഷനും. ഏതൊക്കെയായിരുന്നു ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ മെക്കാനിക്കൽ സിസ്റ്റംസ്, മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റംസ്? Basic building blocks of mechanical translation system. Okay, dashpot. Then mass. Indike governing equations, spring into kx. F is equal to kx. Then dashpot. CV. F is equal to cv or c dx by dt. Then mass is equal to ma. F is equal to ma or F is equal to m d square by dt square. d square x by dt square. What are the basic building blocks of mechanical rotation system? First element. First element. Mass. Spring corresponding ആയിട്ട് ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ സ്പ്രിംഗ് ആണെങ്കിൽ റൊട്ടേഷൻ സിസ്റ്റത്തിൽ എന്തായിരിക്കും? ഓസിലേറ്റർ. ടോർഷണൽ സ്പ്രിംഗ് അല്ലേ? അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ അതെന്ത് ഈക്വൽ ടു? ടോർക്ക്. Torque T is equal to k theta. Then second element corresponding to dashpot. Rotary damper equation. K into angular velocity. T is equal to C omega. C omega, which is equal to C d theta by dt അല്ലേ? Then last element, mass in corresponding element, Moment of inertia. mass moment of inertia. Governing equation T is equal to M into m ആണോ? m ആയിരുന്നോ? I അല്ലെങ്കിൽ J ആണ് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? I ആൽഫ അല്ലേ? ആംഗുലർ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ആൽഫ. മാറ്റി എഴുതുമ്പോ I d സ്ക്വയർ തീറ്റ ബൈ dt സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതിന്റെയൊക്കെ കറസ്പോണ്ടിങ് എനർജി ഇക്വേഷൻ ഓർമ്മ വേണം. അപ്പൊ ഇത് നമ്മളിപ്പോ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ, മെക്കാനിക്കൽ റൊട്ടേഷൻ സിസ്റ്റത്തിലുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്നും അതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷൻ, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ കാണിക്കുന്ന ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എലമെന്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ബിൽഡിംഗ് അപ്പ് ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം. ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഞാൻ ഫുൾ സ്ക്രീനിലാണ്. ഈ ഒരു ഫിഗർ ഇതൊരു സിസ്റ്റം ആണ്. ഇത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം ആണോ മെക്കാനിക്കൽ റൊട്ടേഷൻ സിസ്റ്റം ആണോ? ട്രാൻസ്ലേഷൻ. നമുക്ക് ഇവിടെ എല്ലാം ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്കുകളാണ് ഉള്ളത്. മാസ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, നോർമൽ സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, ഇതൊരു മെക്കാനിക്കൽ സിസ്റ്റം ആണ് അല്ലെ? കാരണം നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് മൂന്നാളും ഇതിൽ വന്നിട്ടുണ്ട്. ചില സിസ്റ്റത്തിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് എലമെന്റ്സേ ഉണ്ടാവുള്ളൂ, ചിലതിൽ മാസും സ്പ്രിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ മാസും ഡാഷ്ബോർഡും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ട് വന്ന ഒരു സിസ്റ്റം ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് നടത്തുക. മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് അല്ലെ? ഇപ്പൊ ഒരു വലിയ സിസ്റ്റം, നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വണ്ടിയുടെ ഒക്കെ സിസ്റ്റം ഡെവലപ്മെന്റ് ഇങ്ങനെയാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കാറിന്റെ എങ്ങനെ വരും, സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഏതോ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ജസ്റ്റ് ഒരു മെക്കാനിക്കൽ
മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഡയഗ്രം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ആവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ മൊത്തം സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കണം. എന്നാലല്ലേ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ആവുക, അല്ലടാ? അതെ. അപ്പൊ നമുക്ക് ഈ ഒരു തന്ന ഈ സിസ്റ്റത്തിന്റെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ഫിഗർ നിങ്ങളിപ്പം ചെയ്യേണ്ടത് നോട്ടില് ഫിഗർ പെട്ടെന്ന് വരച്ചെടുക്കുക. ഇമ്പോർട്ടന്റ് ആണ്. വന്നു കഴിഞ്ഞാൽ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ പറയുന്നത്. ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. പെട്ടെന്ന് വരച്ച് question is develop the mathematical model of given system. Develop the mathematical model of given system. Develop the mathematical model of given system. അപ്പൊ ഏത് സിസ്റ്റം, ഏത് മെക്കാനിക്കൽ സിസ്റ്റം കിട്ടിയാലും, അതിപ്പം റൊട്ടേഷണൽ സിസ്റ്റം ആവട്ടെ ട്രാൻസ്ലേഷൻ സിസ്റ്റം ആവട്ടെ, നമ്മൾ ചെയ്യേണ്ടുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആ പ്രൊസീജിയറേ ഞാൻ പറയുള്ളൂ, നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്തെ മാസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ടല്ലോ, മാസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ മാസ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് അതിനു മുമ്പായിട്ട് ഇറേസ് ചെയ്യാം, ഒരു മിനിറ്റ്. നമുക്കിപ്പോ ഈ മൊത്തം സിസ്റ്റം, ഇവിടെ മാസ് ഉണ്ട്, സ്പ്രിങ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. ഈ മൊത്തം സിസ്റ്റത്തെ ഞാനൊരു സിമ്പിൾ സിസ്റ്റം ഒറ്റ സിംഗിൾ ബ്ലോക്ക് ആക്കിയിട്ട് കാണിച്ചു. എന്താണ് ഈ മൊത്തം സിസ്റ്റത്തിന് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഇൻപുട്ട് ആയിട്ട് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട് ആയിട്ട് ഇവിടെ ഒരു എഫ് ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ മാസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും അല്ലെ, അല്ലേടാ? അല്ലേ? അപ്പൊ ഇവിടുത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതാ ഈ 3 എലമെന്റ് സ്പ്രിങ്, മാസ്, ഡാഷ്ബോർഡ്, ഇതിനെ മൂന്നും കൂടിയിട്ട് ഒരു സിമ്പിൾ ബ്ലോക്ക് ആയിട്ട് കാണിച്ചു. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു എഫ് ഫോഴ്സും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പൊ ഇനി ഇൻപുട്ടും ഔട്ട്പുട്ട് റിലേഷൻ കാണിക്കുന്ന മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക, അതാണല്ലോ മാത്തമെറ്റിക്കൽ മോഡലിംഗ്. മാത്തമെറ്റിക്കൽ മോഡലിംഗിൽ നമുക്ക് വേണ്ടത് ഇവിടെ എഫും ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള എക്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിലെ മാസ് എന്ന് പറയുന്ന എലമെന്റിനെ എടുക്കുക. ഇവിടെ മാസ് മാത്രം എടുത്തു, എന്നിട്ട് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഈ മാസിനകത്ത് നമ്മൾ ആകെ കൂടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ഒന്ന് കാണിക്കും അല്ലെ, എഫ് ഡയറക്ഷനും കാണിക്കും. ഓക്കെ, ഇനി ഈ മാസിന് വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടാവുമോ? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ലേ ഡാഷ്ബോർഡിന്റെയും സ്പ്രിങ്ങിന്റെയും? അത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഞാൻ ഈ അപ്ലൈ ചെയ്ത അതേ ഫോഴ്സ് തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഈ സ്പ്രിങ് കാരണമുള്ള ഒരു ഫോഴ്സ് ഈ മാസിൽ നമ്മളെ അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. അതേപോലെ ഡാഷ്ബോർഡ് കാരണമുള്ള ഒരു ഫോഴ്സ് ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ മാസ് എന്ന് പറയുന്ന എലമെന്റിന്റെ മുകളിൽ വരുന്ന ഫോഴ്സ് എത്രയാന്ന് ചോദിച്ചാൽ വെറും എഫ് മാത്രമാണോ? അല്ലല്ലോ, എഫ് ഉണ്ട്, ഈ 2 എലമെന്റിന്റെയും സ്പ്രിങ്ങിന്റെയും ഡാഷ്ബോർഡിന്റെയും ഓപ്പോസിംഗ് ഫോഴ്സും കൂടി ഉണ്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് മാത്രമല്ല അല്ലെ. അപ്പോ ഈ മാസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകളൊക്കെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രായി. ഇനി ഓരോ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. നമുക്ക് തന്ന സിസ്റ്റം അതിനെ ഒരു സിമ്പിൾ സിസ്റ്റം ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് സിസ്റ്റം ആക്കിയിട്ട് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് കാണിച്ചു.
ദെൻ ഇതിനകത്തുള്ള മാസ് എന്ന് പറയുന്ന എലമെന്റിനെ മാത്രം എടുക്കുന്നു, എന്നിട്ട് അയാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നു. ഇനി നമുക്കറിയാം ഇതിനകത്തുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് എഴുതണം. നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും നോക്കിയിട്ട് പറഞ്ഞേ. നെറ്റ് ഫോഴ്സ് ഓൺ മാസ് എഫ് മാത്രമാണോ? ആ അതിന്റെ സൈൻ കൺവെൻഷൻ കൊടുത്തിട്ട് പറഞ്ഞേ. സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുത്താൽ എഫ് മൈനസ് ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ് അല്ലെ, മൈനസ് ഫോഴ്സ് ഡ്യൂ ടു ഡാഷ്ബോർഡ് ആണല്ലോ അല്ലേ? അപ്പൊ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു the net force applied to the mass m is F minus kx minus cv. എന്താ ഈ kx? എന്താണ് cv? ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ്. നമ്മൾ സ്പ്രിങ്ങിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ് F is equal to kx ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതേപോലെ ഫോഴ്സ് ഡ്യൂ ടു ഡാഷ്ബോർഡ് ഇതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഗവേണിംഗ് ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് F is equal to cv. അങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് ഓൺ മാസ് ഈസ് ഈക്വൽ ടു F മൈനസ് kx മൈനസ് cv. കറക്റ്റ് അല്ലേ? അല്ലേടാ? ഓക്കെ, ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ മാസിന്റെ മുകളിൽ ഇപ്പോ ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ് ഫോഴ്സ് ഇതിന്റെ മുകളിൽ, ഈ മാസിന്റെ മുകളിൽ ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ മാസിന് എന്താ സംഭവിക്കുക? ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണോ ചെയ്യാ? നമുക്ക് ഈ ഫോഴ്സ് എത്രയാണെന്നൊന്നും അറിയില്ലേ. ഇവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഈ മാസിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇയാൾ ജനറേറ്റ് ചെയ്യൂലേ, അല്ലെ ഇയാൾ മൂവ് ചെയ്യൂലേ? അതായത് ഇവിടെ ഉള്ള സാധനം ചിലപ്പോ ഈ ഫോഴ്സ് ഹയർ ഫോഴ്സ് ആണെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വരും അല്ലെ, ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു ആക്സിലറേഷനിൽ ഇയാൾ മൂവ് ചെയ്യും അല്ലെ. അപ്പൊ ഈ നെറ്റ് ഫോഴ്സ് കാരണം മാസിന് ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അപ്പോ മാസിന്റെ ടോട്ടൽ ഗവേണിംഗ് ഇക്വേഷൻ നമുക്കറിയാം. എന്താ? F is equal to ma. അപ്പോ ഇതിന്റെ മുകളിൽ വരുന്ന നെറ്റ് ഫോഴ്സ് കാരണം ഇയാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ma. അപ്പോ F is equal to ma ആണെന്ന് ഒരു സിമ്പിൾ മാസിന്റെതാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസിന്റെ, ഇപ്പൊ ഇവിടെ കാണിച്ച മാസിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെറുതെ ഒരു മാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ F is equal to ma അല്ലേ? ഈ മാസിന്റെ കേസിൽ F എന്ന് പറയുന്നത് ഈ F മാത്രമാണോ? അല്ല, F മൈനസ് kx മൈനസ് cv ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? F മൈനസ് kx മൈനസ് cv is equal to ma അല്ലേ? അങ്ങനെ എഴുതി കൂടെ? ഇല്ലടാ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് മാസിന്റെ മുകളിൽ വരുന്ന ഫോഴ്സുകൾ നമുക്കറിയാം. F ഇങ്ങോട്ട്, പിന്നെ സ്പ്രിങ് കാരണമുള്ള ദാറ്റ് ഈസ് സ്പ്രിങ്ങിന്റെ ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി Fs എന്ന് വേണേൽ വിളിക്കാം, അല്ലെ Fk എന്ന് വിളിക്കാം. അതേപോലെ ഡാമ്പറിന്റെ ഫോഴ്സിനെ നമുക്ക് Fd എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Fc എന്ന് വിളിക്കാം. എന്തോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം.
അല്ലെ ഇവിടെ ഇങ്ങനെ പേരെന്നെ എഴുതാം, ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിങ്, ഫോഴ്സ് ഡ്യൂ ടു ഡാമ്പർ. ഓക്കെ, അപ്പൊ മാസിന്റെ സിമ്പിൾ ഗവേണിംഗ് ഇക്വേഷൻ നമുക്കറിയാം, ഒരു മാസും ഒരു എഫും മാത്രം തന്ന എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. പക്ഷെ ഈ ഒരു മാസിന്റെ കേസിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് കെ എക്സ് മൈനസ് സി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഒരു മിനിറ്റ്, മൗസ് ഒന്ന് മാറ്റിക്കോട്ടെ, ചെറിയ പ്രശ്നമുണ്ട്. ഹലോ, ഹലോ, ഇതാ കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഉണ്ടായിരുന്ന എമ്മിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എഴുതുന്നത്, ഇവിടെ ഒരു എഫ് ഉണ്ട്, ഇവിടെ ഒരു എഫ് കെ ഉണ്ട്, ഇവിടെ ഡാമ്പറിന്റെ ഫോഴ്സ് ഉണ്ട് എഫ് സി. അപ്പോ ഈ മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് കെ എക്സ് മൈനസ് സി വി അല്ലെ, സി വി. ഓക്കെ, ഈ നെറ്റ് ഫോഴ്സ് ഈ മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മാസ് ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, ഒരു ആക്സിലറേഷനിൽ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മാസിന്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ, എം ഇൻറ്റു എ അല്ലേ? അല്ലേടാ? അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്തൂടെ? ദാറ്റ് ഈസ് എഫ് മൈനസ് കെ എക്സ് മൈനസ് സി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് എഴുതി കൂടെ അല്ലേ? ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താ? ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷനാ. ഇൻപുട്ട് എന്താ? നമ്മുടെ ഇൻപുട്ട് എന്താ? ഫോഴ്സ് എഫ് ആണ്. ഔട്ട്പുട്ട് എന്താ? ദാറ്റ് ഈസ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ഇക്വേഷൻ എഫും എക്സും മാത്രമേ വേണ്ടുള്ളൂ അല്ലെ? എഫും എക്സും മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. ഇവിടെ എഫ് ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ എക്സ് ഉണ്ട്, മൂന്നാമത്തെ ടേമിൽ എക്സ് ഉണ്ടോ? ഇതിനെ എക്സിന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റുമോ? സി വി എന്നാണുള്ളത്, അതിനെ എക്സിന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റുമോ? സി വിയില് ബിനെ മാറ്റിക്കൂടാ, ഡി എക്സ് ബൈ ഡി ടി എന്നാക്കാം. അപ്പൊ അവിടെ വരും. ഇനി എം ഇൻറ്റു എ ആണുള്ളത്, ഇവിടെ എക്സിന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റുമോ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ മാറ്റി എഴുതാം. വിക്ക് പകരം ഞാനിവിടെ ഡി എക്സ് ബൈ ഡി ടി, എമ്മിന് പകരം അല്ല എക്ക് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ എഫ് ഈസ് ഈക്വൽ ടു ഒന്ന് മാറ്റി ചെയ്താണ്. എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ മൈനസ് കെ എക്സ് അപ്പുറം പോകുമ്പോ പ്ലസ് കെ എക്സ്, ഈ മൈനസ് സി ഡി എക്സ് ബൈ ഡി ടി അപ്പുറം പോകുമ്പോ പ്ലസ് സി ഡി എക്സ് ബൈ ഡി ടി എന്നെഴുതി കൂടെ?
ഏതാലോ? ഇനി നോക്കിയേ, നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനാ കാണിക്കേണ്ടത്. ഇൻപുട്ട് ദാറ്റ് ഈസ് എഫ് അല്ലെ, ഇൻപുട്ട് ഈസ് ഈക്വൽ ടു സംതിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഓരോ ടേമിലും എന്തുണ്ടാവണം? ഔട്ട്പുട്ടിന്റെ ടേം ഉണ്ടാവണം. ഒന്നാമത്തെ ടേം എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഔട്ട്പുട്ട് ടേം ഇല്ലേ, എക്സ് ഇല്ലേ? ഇല്ലടാ. രണ്ടാമത്തെ ടേം ദാറ്റ് ഈസ് കെ എക്സ് ഔട്ട്പുട്ടിന്റെ ടേം ഉണ്ടോ? എക്സ് ഉണ്ട് അല്ലെ. മൂന്നാമത്തെ ടേം ദാറ്റ് ഈസ് സി ഡി എക്സ് ബൈ ഡി ടി ഔട്ട്പുട്ടിന്റെ ടേം ഉണ്ടോ? ഉണ്ട്, എക്സ് ഉണ്ട്. അപ്പോ ദിസ് ഈസ് ദി ഇൻപുട്ട് ടു ഔട്ട്പുട്ട് റിലേഷൻ. എഫ് ഇൻപുട്ട് എഫും ഔട്ട്പുട്ട് എക്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു വലിയ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഈ കണ്ട സിസ്റ്റത്തിന്റെ ഗവേണിംഗ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തിപ്പോ ചെയ്തത്? നമ്മൾ തന്ന സിസ്റ്റത്തെ ആദ്യം ഒരു സിംഗിൾ സിസ്റ്റം ആയിട്ട് കാണിച്ചു. അതായത് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ വേണം. അതിനു വേണ്ടിയിട്ട് ഒരു സിംഗിൾ സിസ്റ്റം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഇതിനകത്തുള്ള മാസ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ മാസ് എന്ന് പറയുന്ന ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോ മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും വിത്ത് സൈൻ കൺവെൻഷൻ നമ്മൾ കാണിച്ചു അല്ലെ. ഒരു ഫോഴ്സ് ഇൻപുട്ട് ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡ്യൂ ടു സ്പ്രിങ്ങും ഓപ്പോസിറ്റ് ഡ്യൂ ടു ഡാഷ്പോർട്ടും ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ നെറ്റ് ഫോഴ്സ്, മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ആ സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുത്തിട്ട് എഫ് മൈനസ് ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിംഗ് മൈനസ് ഫോഴ്സ് ഡ്യൂ ടു ഡാഷ്പോർട്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഈ മാസിന്റെ മുകളിൽ അങ്ങനെ ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ മാസിന് എന്താ സംഭവിക്കുക? അപ്പൊ മാസിനറിയാം, നമുക്കറിയാം ഒരു എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിസ്റ്റൻസ് ഇയാൾ മൂവ് ചെയ്യും. അപ്പോ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പൊ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ അല്ലെ, എം ഇൻറ്റു എ. ഇപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് അപ്ലൈ ടു ദ മാസ് ദാറ്റ് ഈസ് എഫ് ഈസ് എഫ് മൈനസ് കെ എക്സ് മൈനസ് വി. അപ്പൊ ഈ നെറ്റ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് അപ്ലൈ ടു ദ മാസ് ടു കോസ് ഇറ്റ് ടു ആക്സിലറേറ്റ്. സോ ദ നെറ്റ് ഫോഴ്സ് അപ്ലൈ ടു മാസ് ഈസ് ഈക്വൽ ടു എം എ. എന്നിട്ട് ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എം എ. നെറ്റ് ഫോഴ്സ് അറിയാം, എഫ് മൈനസ് കെ എക്സ് മൈനസ് സി വി ആണ്. ബി എ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. അതേപോലെ വിച്ച് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ. അപ്പൊ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്തു. ഇൻപുട്ട് എഫ് ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി ഡി എക്സ് ബൈ ഡി ടി മൈനസ് എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ പ്ലസ് എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എഫും ഔട്ട്പുട്ട് എക്സും തമ്മിൽ റിലേറ്റ് ചെയ്യാം. ദിസ് ഈസ് ദി മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ ഓഫ് ഗിവൺ സിസ്റ്റം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സിസ്റ്റം തരാം. ഈ സിസ്റ്റത്തിന്റെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമോ നോക്കി. ഇത് വരയ്ക്കുക, എന്നിട്ട് എഴുതുക derive the mathematical modeling equation of given system. Derive the mathematical modeling equation of given system. Derive the mathematical modeling equation for given system. എന്താ ഫസ്റ്റ് ചെയ്യാ? ഫ്രീ ബോഡി ഡയഗ്രം. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സിംഗിൾ ബ്ലോക്ക് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് വരക്കുന്നു. മാസ് എന്തെല്ലാം ഇവിടെ എലമെന്റ്സ് ഉള്ള? മാസും ഉണ്ട്, മാസും ഡാഷ്പോർട്ടും അല്ലേ? സോ ഒരു ഒറ്റ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് ഞാൻ വരച്ചിട്ട് ഇത് എഴുതുന്നു. മാസ് ഡാഷ്പോർട്ട് സിസ്റ്റം. ഇൻപുട്ട് എന്താ? എഫ് ഇൻപുട്ട്, that is input F. ഔട്ട്പുട്ട് എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് എക്സ് അല്ലെ. ഔട്ട്പുട്ട് ഈസ് എക്സ്. ഇനി അടുത്ത മൊമെന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം. ആരുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണ്ട്? എടാ ആരുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണ്ട്?
മാസിന്റെ അവിടെയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് മാസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരക്കാണ്. മാസ് എം. എന്തൊക്കെയായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക? ട്രാൻസ്പോർട്ടിന്റെ റിയാക്ഷൻ നമ്മളെ ഇൻപുട്ട് ഫോഴ്സ് എഫ് ഇങ്ങോട്ട് ഉണ്ടാവും. ഡാഷ്പോർട്ടിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഫോഴ്സ് ഡ്യൂ ടു ഡാഷ്പോർട്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? അത് നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് വെറുതെ ഒരു സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എം എത്രയാ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എഫ് മൈനസ് സി വി ആണ്. ഓക്കെ, ബൈ ന്യൂട്ടൺസ് ലോ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു എം എ ആണ് അല്ലെ. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ നെറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ അതേപോലെ ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നു. ദാറ്റ് ഈസ് എഫ് മൈനസ് സി വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഇനിയോ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് മാറ്റാം. വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഫ് മൈനസ് ഡി എക്സ് ബൈ ഡി ടി, സോറി എഫ് മൈനസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എന്നിട്ടോ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലെ, എഫിന്റെ ഫോമിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മാറ്റി തരണം. എന്നിട്ട് എന്ത് വരും? ഫൈനൽ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു m into d square x by dt square plus c into dx by dt. ഓക്കെ, ഞാൻ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതാം. സി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇപ്പൊ എന്താ ഫൈനൽ ഇക്വേഷൻ വന്നേ? ഒന്നുകൂടി പറഞ്ഞേ. ഫൈനൽ ഇക്വേഷൻ ഈ ഗിവൺ സിസ്റ്റത്തിന്റെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ f equal to m into d square x by dt f is equal to m into d square x by dt square plus c into dx by dt. dx by dt. ക്ലിയർ ആണല്ലോ? എന്നാ ഇതിന്റെ എങ്ങനെ വരും? വരച്ചെടുക്കുക. Derive the mathematical modeling equation for given system. Derive the mathematical modeling equation for given system. Derive the mathematical modeling equation for given system. രണ്ട് സ്പ്രിംഗ് ഉണ്ട്, K1 ഉം K2 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡാമ്പറിന്റെ കോഎഫിഷ്യന്റ് C ആണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. മാസ് M, ഇൻപുട്ട് ഫോഴ്സ് F. ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എന്താ ഔട്ട്പുട്ട് ഇവിടെ? ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇതേപോലെ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് ഉണ്ടാവുക? ഒരു ലീനിയർ ഡിസ്റ്റൻസ് എക്സ് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഔട്ട്പുട്ടും നമുക്കറിയാം. ലാസ്റ്റ് K1x ഉം K2x ഉം വരുന്നില്ല. അത് ചെയ്തു നോക്ക്. K1 plus K2 dx by dt. നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ തന്നെ പറയാം. ചിലയൊക്കെ പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മാസ് വരക്കണം. അല്ലെ ഇതിനെ സിംഗിൾ യൂണിറ്റ് ആയിട്ടൊക്കെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ എന്തൊക്കെ ഫോഴ്സ് വരും? ഇങ്ങോട്ടേക്ക് എഫ് അല്ലേ, ഇൻപുട്ട് ഫോഴ്സ്. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവും? ഫോഴ്സ് ഡ്യൂ ടു സ്പ്രിംഗ് 1, ദാറ്റ് ഈസ് എഫ് K1. Then opposing force due to damper, that is F C. Then മൂന്നാമത് opposing force due to രണ്ടാമത്തെ spring, that is F K2. ഇപ്പൊ നെറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ മാറ്റി ചെയ്താ എന്താ നെറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരിക? F minus FK1 minus FC minus FK2. കറക്റ്റ് അല്ലേ? നെറ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? ഈ നെറ്റ് ഫോഴ്സ് കാരണം മാസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എം എ എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇതിൽ എയും
പിന്നെ ഈ FK1ന്റെ ഇക്വേഷനും FCന്റെ ഇക്വേഷനും FK2ന്റെ ഇക്വേഷൻ ഒക്കെ കൊടുക്കുക. എന്നിട്ട് ഫൈനലി F ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. എന്താ കിട്ടാൻ നോക്കി? F ഈസ് ഈക്വൽ ടു ജിഷ്ണു മോഹൻ ലൈനിലുണ്ടോ? ജിഷ്ണു മോഹൻ, ഹലോ. ഇല്ല, ജിഷ്ണു മോഹൻ. ദിനിൽ, ദിനിൽ ലാൽ, ഹലോ. എടാ ഞാൻ പറയുന്നത് കേൾക്കാത്തോണ്ടാണോ? ഹലോ, എടാ ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? വിളിച്ചവരൊന്നപ്പോ ലൈനിൽ ഇല്ല അല്ലേ? ഗോകുൽ പ്രസാദ്, എന്താ ഇക്വേഷൻ വന്നേ? ഗവേണിംഗ് ഇക്വേഷൻ, mathematical modeling equation of the system. F is equal to എന്താ വന്നടാ? എനിക്ക് എന്താ കിട്ടിയ പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. വൈശാഖ് ഉണ്ടോ? വൈശാഖ് ആദർശ് സർ, എന്താ കിട്ടിയേ? md square x by dt square plus md square x by dt square plus cdx by dt cdx by dt plus k1 plus k2 into k1 plus k2 whole into x. ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? ചെയ്ത് കഴിഞ്ഞവർ ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത് തന്നെ. പക്ഷെ ഇവിടെ രണ്ട് സ്പ്രിങ് വന്നു, K1ഉം K2. അപ്പൊ K1 plus K2 എന്നായിട്ടുണ്ടാവും. നേരത്തെ K1 x ആയിരുന്നു നമ്മൾ ആദ്യം ചെയ്തപ്പോൾ കിട്ടി. K1 plus K2 എന്നായിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ. നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സിസ്റ്റത്തിന്റെ, മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ മോഡലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമ്മളെ കഴിഞ്ഞ എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഡെവലപ്പ് എ മെക്കാനിക്കൽ സിസ്റ്റം ഫോർ സസ്പെൻഷൻ സിസ്റ്റം ഓഫ് എ കാർ, അല്ലെങ്കിൽ ഡെവലപ്പ് എ മെക്കാനിക്കൽ സിസ്റ്റം ഫോർ എൻ ഓട്ടോമൊബൈൽ വെഹിക്കിൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വൺ എ, വിച്ച് ഈസ് മെഷീൻ മൗണ്ടഡ് ഓൺ ദി ഗ്രൗണ്ട്. ഒരു മെഷീൻ, ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഗ്രൗണ്ടിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. അപ്പം ആ മെഷീന്റെ മാസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ വൈബ്രേഷൻ ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഡാമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് പ്രോപ്പർട്ടിക്കുള്ള ഒരു സ്പ്രിങ് ഉണ്ടാവും. ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് വരക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. The chassis of a car as a result of wheel moving on a ground. അതായത് സിംപ്ലി ചേസിസും കാറിന്റെ സസ്പെൻഷനും വീലും കാണിച്ച ഇവിടെ മേലത്തെ ബ്ലോക്ക് മാസ് ഓഫ് കാർ, അതാണ് ചേസിസ്. ചേസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് മാസ് M. നമുക്കറിയാം സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സിസ്റ്റത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റിഫ്നെസ് പ്രോപ്പർട്ടി ഉണ്ടാവും, സ്പ്രിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ സസ്പെൻഷൻ നമുക്കറിയാം വൈബ്രേഷനും അതുപോലെ തന്നെ സഡൻ ഷോക്സ് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ളതാണ്. സോ ഒരു ഡാമ്പർ സിസ്റ്റം ഉണ്ടാവും. ദെൻ മാസ് ഓഫ് സസ്പെൻഷൻ, സസ്പെൻഷൻ ഇറ്റ്സെൽഫ് മാസ് ഉണ്ടാവും. പിന്നെ വരുന്നതാണ് സസ്പെൻഷനും താഴെയായിട്ടാണ് വരുന്നത് ടയർ. ടയർ എന്ന് പറയുന്നത് റബ്ബർ ലൈക്ക് സ്ട്രക്ചർ ആണ്, അല്ലെ? റബ്ബർ സ്ട്രക്ചർ ആണ്. സോ അതിനൊരു സ്റ്റിഫ്നെസ് പ്രോപ്പർട്ടി ഉണ്ടാവും. അത് കാണിക്കാൻ വേണ്ടി ഒരു സ്പ്രിംഗ് എലമെന്റ് ഉണ്ടാവും. ഇത് വരച്ചെടുക്കണേ, ഇത് എക്സാമിന് ചോദിച്ചാണേ.
ഇത് വരയ്ക്കുക, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക, പേര് എഴുതുക, മെഷീൻ മൗണ്ടഡ് ഓൺ എ ഗ്രൗണ്ട്. മെഷീൻ മൗണ്ടഡ് ഓൺ ദി ഗ്രൗണ്ട്. മെക്കാനിക്കൽ സിസ്റ്റം മാത്രമാണ്. ഇതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇവിടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭാഗത്തേക്ക് കാണിക്കുക, ഇവിടെ എഫ് അങ്ങനെ കാണിക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. ഇത് ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതേ സാധനം തന്നെ. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വരും. ഇല്ല ഇല്ല ഇല്ല, ഡയറക്ഷൻ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നല്ലേ, ഒന്നുകിൽ അങ്ങോട്ട് അല്ലെ ഇങ്ങോട്ട് എന്നുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷനും മാറും. എന്തായാലും സെയിം ഇക്വേഷനാ വരിക. ദെൻ രണ്ടാമത് ഇത് വരക്കുക, എന്നിട്ട് എഴുതുക ചേസിസ് ഓഫ് എ കാർ. ചേസിസ് ഓഫ് എ കാർ. ചേസിസ് മാത്രമല്ല, അതിൽ സസ്പെൻഷനും വീലും ഒക്കെ ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് എ റിസൾട്ട് ഓഫ് വീൽ മൂവിംഗ് അലോങ് എ റോ. ചേസിസ് ഓഫ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സപ്ലിമെന്ററി എക്സാം കഴിഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച, അതിലും ചോദിച്ചിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ. ഇതിന്റെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്നത് ഒരു 2 സ്റ്റേജ് പ്രോസസ്സാണ്. കാരണം ഇവിടെ 2 മാസ് ഉണ്ട്. ഇവിടെ ഒരു മാസ് ഓഫ് കാറും ഉണ്ട്, മാസ് ഓഫ് സസ്പെൻഷനും ഉണ്ട്. അപ്പൊ ഈ 2 മാസ് വരുമ്പോൾ എങ്ങനെ ചെയ്യും? അതേപോലെ തന്നെ നേരത്തേക്ക് പറഞ്ഞ കേസിൽ ഈ സ്പ്രിങ് നമ്മൾ കൺസിഡർ, ഈ ഒരു സ്പ്രിങ് നോക്കിയേ, ഇതിന്റെ ഒരു എൻഡ് ഫിക്സഡ് ആണ് അല്ലെ, ഒരു എൻഡ് ഫിക്സഡ് ആണ്, മറ്റേ എൻഡ് മാത്രമേ മാസുമായിട്ട് കണക്റ്റഡ് ഉള്ളൂ. അതുപോലെ ഡാഷ് ബോർഡിലും ഒരു എൻഡ് ഫിക്സഡ് ആണ്, മറ്റേ എൻഡാണ് നമ്മളെ മൂവിങ് എലമെന്റുമായിട്ട് കണക്ഷൻ ഉള്ളത്. ബട്ട് ഇവിടെയുള്ള സ്പ്രിങ്ങും ഇവിടെയുള്ള ഡാഷ് ബോർഡും നോക്കിയേ, ഇതിന്റെ 2 എൻഡും മൂവിങ് എലമെന്റിന്റെ ഒപ്പരാ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് എന്താ മാറ്റം വരിക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സിസ്റ്റംസിന്റെ, അതായത് മാസ് ഓഫ് കാർ, അതായത് ചേസിസ് ഓഫ് കാർ, ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളത്. ഒരു തവണ 3 മാർക്കിനെങ്ങാനും ജസ്റ്റ് ഇത് വരക്കാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചത് വരക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിന്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക? അല്ലെ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ 2 എൻഡും ഫിക്സഡ് അല്ലാത്ത മാസ് ഡാഷ്ബോർഡ്, അതേപോലെ 2 മാസുകൾ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുക എന്നുള്ളതിന്റെ, ഇതിന്റെ ഈ പ്രോബ്ലം ആയിരിക്കൂല, ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് ഉള്ള വീഡിയോ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. 10 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഡെവലപ്പ് എ മാത്തമെറ്റിക്കൽ മോഡൽ ഫോർ എൻ ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഹാവിങ് എ ചേസിസ് ആൻഡ് എ സസ്പെൻഷൻ സിസ്റ്റം ആൻഡ് എ വീൽ എന്നെങ്ങാനും പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഫിഗർ വരക്കുകയും വേണം, ഇതിന്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയും വേണം. അപ്പൊ ഇതേപോലെ 2 മാസും അതേപോലെ 2 എൻഡും ഫ്രീ ആയിട്ടുള്ള സിസ്റ്റമൊക്കെ വരുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതിന്റെ സിമ്പിൾ ഒരു ലെക്ചർ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അത് കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അതേപോലെ വേറൊരു ഫിഗറും കൂടി മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് അതും ഒരു കാറിന്റെ തന്നെയാണ്. ഇവിടെ നമ്മൾ ചേസിസ് വരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഇവിടെ ഇതിന്റെ മുകളിൽ, ചേസിന്റെ മുകളിൽ സീറ്റും അതിന്റെ മുകളിൽ ഒരു ഡ്രൈവറും ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ സീറ്റിന്റെ സ്പ്രിങ് ഉണ്ടാവും, അതേപോലെ സീറ്റിന്റെ ഡാമ്പിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇതുവരെ ഇവിടം വരെ സെയിം. അതിന്റെ മുകളിൽ, ചേസിന്റെ മുകളിൽ ഒരു സീറ്റും ഡ്രൈവറും കൂടി വരുമ്പോൾ അതാണ് ദ ഡ്രൈവർ ഓഫ് എ കാർ ആസ് ഇറ്റ് ഡ്രിവൺ അലോങ് എ റോഡ്. ഓക്കെ, ഇതൊന്ന് വരച്ചെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇന്റർവെൽ എടുക്കാം. ഈ 3 സിസ്റ്റവും വരച്ചെടുക്കുക. എനിക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് വരില്ല, എന്തായാലും 3 സ്റ്റേജ് വരുന്നൊന്നും വരില്ല. ഇത് പ്രതീക്ഷിക്കാം. സെക്കൻഡ് വൺ ഇത് വന്നിട്ടുണ്ട്. ഒരു തവണ ഇത് വരക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്, ഒരു തവണ ഇത് വരച്ചിട്ട് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വരെ വന്നിട്ടുണ്ട്. ഈ 3 സിസ്റ്റം ഒന്ന് വരച്ചെടുക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അറ്റൻഡൻസ് പറയോ? നമ്പർ 1 Present, sir. Present, sir. 3 Present, sir. 4 number 4 ഇല്ല 5 Present, sir. 6
പ്രസന്റ് സാർ. സാർ 4 മെസ്സേജ് ഇട്ടിനി. ഓക്കെ. 7, Present, sir. 8, Present, sir. 9, Present, sir. 10. Number 10. Present, sir. Okay, 11, Present, sir. 12. Number 12. 13, Present, sir. 14, Present, sir. 15, Present, sir. 16, Present, sir. 17, Present, sir. 18, Present, sir. 19, Present, sir. 20, Present, sir. 21, Present, sir. 22, Present, sir. 23,